കാല് നീട്ടി വെച്ചു, കാല് നീട്ടി വെച്ചിങ്ങനെ തട്ടില്ല, താഴത്തില്ല. ഇങ്ങനെയുണ്ട് ഞാനാ ക്യൂട്ട്നെസ് വാരി എറിയുന്ന ഫിദു. ഞാൻ ഇരുന്നാൽ ഊഞ്ഞാൽ നിലത്തുണ്ടാവും, പൊട്ടു അടുത്തുപ്പാപ്പ എല്ലാം നോക്കി എന്നായി. ഉറക്കി അങ്ങനല്ല, ആട്ടുതൊട്ടിലിൽ പിന്നെ ഉറക്കി കാലിട്ട് അത് ബ്ലാക്ക് അല്ല, ബ്ലാക്ക് പാൻ്റ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അല്ല ജീവനെ കളിപ്പിക്കുന്നില്ല ഉമ്മച്ചി. 1 2 ചിരിയെല്ലാം ഉണ്ട്. സെറ്റ് അത് ബ്ലാക്ക് പാൻ്റ് ആകുമ്പോൾ അങ്ങനെ പൊടിയാവും. എണ്ണ ഉണ്ടോ ഞാൻ എനക്കാടണ്ട. വാ പോലെ ആടെ വെള്ളമുണ്ടോ രസത്തിനല്ലേ? ആ നോക്കണേ, പാറു നല്ലോണം നിന്നാ ഫിദു നേരെ മേലെത്തും, ടെറസിലുണ്ടാവും. ഇന്നലെ വീണിന് ആ ഇതായിരുന്നു നമ്മളെ ഉണ്ടായ ഫ്ലാറ്റ്. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അടുത്ത ലൊക്കേഷൻ അവിടെ എത്തിയിട്ട് പറയാം. നമ്മൾ കൺഫേം ആയിക്കില്ല അങ്ങോട്ട് പോകുന്നതെന്നുള്ള. ഇപ്പോൾ നേരെ പോയിട്ട് ഇത് നമ്മൾ തൊട്ട് മാരുതി ഷോറൂമിൻ്റെ തൊട്ട് ഫ്ലാറ്റ് വരുന്നത്, അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് മാരുതി ഗൈസ്. അപ്പോൾ നമുക്ക് ലൊക്കേഷനിൽ പോവാം. അതാണ് ലക്ഷ്മി. നേരെ ലെഫ്റ്റാ? നേരല്ലേ? നേരെ പിന്നെ നിൽക്കുന്നേ അത്രയും സൗകര്യല്ലേ? ബാംഗ്ലൂർ ലെഫ്റ്റില് നോക്കിയാ G7. നാളെ രാവിലെ പോവാം. നമുക്കിനി ഇങ്ങനെ കുറച്ച് ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡിൽ ഹയർ എഡ്യൂക്കേഷൻ റിസർച്ച്. കുഞ്ഞിനെ ഇപ്പൊ പേര് വിളിക്കണ്ടോ ബാംഗ്ലൂര്? ബാംഗ്ലൂർ മൈസൂർ റോഡാണത്. ഇപ്പൊ കിട്ടി എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മള് എറണാകുളം പോകുമ്പോ കൊച്ചിയിലേക്ക് പോകുമ്പോ നമ്മൾ NH എടുക്കാണ്ട് SH-ലോട്ട് പോകും. ഇത് ഹൈവേ 9 കിലോമീറ്റർ എടുക്കാം. അടിച്ചു വിട്ടോ 2 കിലോമീറ്റർ വന്നിട്ടില്ലേ? പാർക്കിംഗ് 70 rupees അല്ലേ?
ടൈമിംഗ് ഉണ്ടല്ലോ 5:30 രാവിലെ 6 മണി വൈകുന്നേരം 5:30. വൈകുന്നേരം 5. ഫൈനലി വി റീച്ച്ഡ്. ഏത് ഈ വണ്ടി ഇനി എടുക്കാനാ? ഇൻഷാല്ല. നമ്മൾ കാറവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്ന് നല്ല വിശാലമായ കാർ പാർക്കിംഗ് ആണ്. 70 റുപ്പീസാണ് കാർ പാർക്കിങ്ങിന് വരുന്നത്. അവിടെ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഉള്ളിലേക്ക് പോയിട്ട് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമ്മൾ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. നമ്മത് പരിപാടിയൊന്നും കാണിക്കാൻ പാടില്ല. ഓക്കെ, SRS ക്യാൻറ്റീൻ പ്യുർ വെജ് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇവിടെയും പാർക്കിങ് ഇവിടെയും പാർക്കിംഗ് ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് പാർക്കിംഗ് നല്ല സ്ഥലമുണ്ട്. സംഭവം പൊളി കേട്ടോ. രംഗനാഥിട്ട് ബേർഡ് സാങ്ച്വറി. ഇത് നല്ലൊരു ഏരിയ. കുറേ ഉണ്ട് നടക്കാനും. ഇതല്ല നമ്മളിവിടെ അല്ല പാർക്കിങ്, ഉള്ളിലേക്ക് കുറേ ഉണ്ട്. ഓപ്പണായിട്ടല്ല. ഇന്ന് മിക്കവാറും ഇതിൻ്റെ ഉള്ളിൽ തന്നെ സമയം പോകും. അപ്പോൾ ഇത്രയും ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത്. പോയി നോക്കാം. ഫറൂൻ്റെ ടീഷർട്ട് ഒരു രക്ഷയില്ല. വിങ്സ് ഇട്ട് തന്നെ ഇങ്ങോട്ട് വന്നിന് പറക്കാനല്ല. ഏഞ്ചല് ഇത് ഫറു പറന്നു പോയാ അതന്നെ. എന്താ പറയുക, ഒന്നേ പറയുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിലോ മലയാളികളെ കറണ്ടൊക്കെ പറ്റിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം ഒന്നുമില്ല, ടിക്കറ്റ് എടുക്കാനല്ലേ ഫറു. 75 റുപ്യ നാളെ ബോർഡിൽ വെണ്ടക്കാക്ഷത്തിൽ എഴുതി വെച്ചിട്ട് ബോട്ടിങ് പോകണം വെച്ച് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവനെ 200 റുപ്യ 1000 റുപ്യ അഞ്ചാക്ക്. അങ്ങനെ കുറേ കളികളുണ്ട് മക്കളെ. വരുമ്പോൾ ശ്രദ്ധിക്കുക. ഫറു പക്ഷേ പൂട്ടീന് അവർക്കേ ഉള്ളൂ. കയറിയിട്ട് നേരെ നമുക്ക് കയറാം. പക്ഷെ നമ്മൾ പിന്നെ കയറുന്നില്ല, അടിയാക്കുന്നില്ല. അല്ല എന്തിനാ വെറുതെ അല്ലേ? ഇവിടെ കയറി എങ്ങനെ പോയിട്ട് മേലെ നല്ല രസം ഉണ്ടാവും. പക്ഷേ വേണ്ട, നിർന്നോ. അല്ല ആടെ അവർക്കേ ഉള്ളൂ, ആൾക്കാർക്കേ ഉണ്ടാവും. നിങ്ങള് നല്ല പരിചയം ഉണ്ടല്ലോ. മലയാളിയാ? ബ്ലോഗർ ഇതല്ലേ സിറ്റിന്ന് ഒരു 18 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടത്തേക്ക്. 18 to 19 കിലോമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ വേൾഡിൽ തന്നെ ഇങ്ങനത്തെ 3 എണ്ണങ്ങാനുള്ളൂ എന്നാണ് പറയുന്നത്. വേൾഡിൽ തന്നെ ഇങ്ങനത്തെ ബേർഡ് സാങ്ച്വറി വേൾഡിൽ 3 എണ്ണം ഉണ്ട്. ആ മുന്നിൽ സെക്യൂരിറ്റി പറഞ്ഞു. അയാള് പറഞ്ഞതാ, എന്താ സംഭവം എന്ന് അറിയില്ല. അല്ല നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പാർക്കിംഗ് കൊടുത്തില്ലേ, അപ്പോൾ പാർക്കിങ്ങിന് 70 വാങ്ങി. പിന്നെ ഇവിടെ സെൻട്രയില് ഓരോക്ക് എത്രയാണ് 80 അല്ലേ? ബോർഡ് ഉണ്ടോ? ഇന്ന സൈഡിൽ ഇന്ന പക്ഷി ഉണ്ടാവും. അല്ല നോക്കി പിന്നെ ഇവിടെ എത്ര പക്ഷികളുണ്ട്. എല്ലാ ബേർഡ്സിന്റെ നെയിമും സ്റ്റാർട്ടിങ് നമ്മൾ കയറുന്നത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. റോഡ് ഇന്ത്യ ഹാബിറ്റേറ്റ് ഇൻലാൻഡ് വാട്ടേഴ്സ് ലഗൂൺസ് ടൈഡിയൽ ക്രീക്സ് എക്സെട്ര. ഫുഡ് സ്റ്റാപ്പിൾ ഫുഡ് ഫിഷ്. എഗ്ഗ് 3 to 4 മുട്ട ഇടും. നെസ്റ്റിംഗ് November to February ടൈമിലാണ് അതിൻ്റെ നെസ്റ്റിംഗ് ടൈം വരുന്നത്. ഇതേപോലെ ഓരോന്ന് നോക്കിയാൽ കാണാം. ഒരു മുട്ട എടുത്തിട്ട് നമുക്ക് പോവാം. ഇതാ ഇതിൻ്റെ ഏരിയ ചിൽഡ്രൻസ് പ്ലേ ഏരിയ. ഊരാലോ കുട്ടി കളത്തിലേക്ക് ഇറങ്ങി ഗൈസ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരിയുടെ രോമാഞ്ച കുഞ്ചുകം 4th ഇയർ IT പഠിക്കുന്ന ഫിദു. ബുൾസൈ എന്തായി? അതാണ് ഒരു എല്ലാം വെള്ളമില്ല. ഫാറു ഊരുന്നാ? അല്ല ചൂടില്ല. ഫാറു ഫുൾ സ്റ്റാൻഡേർഡിൽ നടക്കുന്നു. ഞാൻ ഒരു ചിലപ്പോൾ പൊട്ടും. പിടിച്ചാ മതി, ഒന്ന് എത്തി പിടിച്ചാ മതി. അല്ല ഉമ്മച്ചി മറ്റേ പറ 1 2
ഇത് വേറെ ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് പോവാം. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ ക്രോസ് ഇട്ട് വന്നു. ഓ അല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ്. എന്തായാലും നമ്മൾ മൈസൂർ വന്ന ഇവിടെ മസ്റ്റ് വിസിറ്റ് ഏരിയ. ഇവിടെ കണ്ട ഇത് കിങ്ഫിഷർ ഇതെല്ലാം കണ്ട എന്താ പറയുക, നമുക്ക് പറയാൻ വാക്കുകളില്ല എന്ന് പറയാം. ഇവിടെ എല്ലാം മീനല്ലതാ കാണുമോ, ക്യാമറ കിട്ടുമോ എന്നറിയില്ല. ഓ രക്ഷയില്ല മക്കളെ. സിറ്റി ലൈഫ് എന്നെല്ലാം ഇങ്ങോട്ട് വന്ന് നല്ല പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം. ഇതൊക്കെയാണ് മരം ഒന്നും കട്ട് ചെയ്യാതെ അതിനവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ വിത്ത് മുളയിലേക്ക് ഉള്ളതാണ്. അവിടെ ചെറിയൊരു സിറ്റിങ് നല്ലൊരു കിട്ടില്ല വ്യൂ കേട്ടോ. എന്തായാലും വേണം. ഓ ഇവിടെ റിഫ്രഷ്മെൻറ്റ് ഏരിയ, പർച്ചേസ് ചെയ്യാനുള്ള ഐറ്റംസ് കാര്യങ്ങൾ. ഇവിടെ ബോട്ടിങ് വരുന്നത്. ആ ഇത് കൈയും പിടിച്ച് നടന്നു പോകുന്നുണ്ട്. ആഹാ പെഡൽ ബോട്ടിങ് തപ്പി നടക്കുന്ന ഫറു ഇല്ലാതെ പെടലില്ലാതെ ഉണ്ടോ? അങ്ങ് പോകാൻ പറ്റുമോ? അത് ക്ലോസ് ഇല്ല. അവിടെ കണ്ടോ ഫുള്ള് പക്ഷികൾ. കുറച്ച് ഇങ്ങോട്ട് വാ. നിങ്ങളോടെല്ലാം ഓ മൈ ഗോഡ്, ഇതാണ് നമ്മളെ മെയിൻ പണ്ടത്തെ ശരിയായ മ്യൂസിക്കൽ. ഇതിൽ എത്ര ഓർമ്മയാണെന്നറിയോ? ഓ ഇതിൽ സെറ്റ് തേളി വീട്ടിലെ തവള. ഒരു തവള വേണോ? തവള ആ പല്ലി. അയ്യോ ഓനെ സീന്. എത്ര പൈസ എന്നാ ചോദിച്ചോക്കണ്ടല്ലോ. കുഞ്ഞ് ബാഗ് കൂളിംഗ് ഗ്ലാസ്, ടീഷർട്ട്. ഐറ്റംസ് കുറേ ഉണ്ടല്ലോ. ഇപ്പം എന്താ വാങ്ങാം ഓർമ്മക്കായിട്ട്? ബേർഡ്സ് ആൻഡ് ഷോർ അടിപൊളി സാധനം. കോട്ടകളുണ്ട്, കോട്ടകൾ 290 റുപ്യുള്ള കൂടെ ഐറ്റംസ് വാങ്ങാം. ഓക്കെ സോ ഇതെല്ലാം 150 റുപ്യ സ്റ്റാർട്ടിങ്. ആക്രിലിക് പല വുഡ് മെറ്റീരിയൽ 100. എല്ലാം നമ്മുടെ മാഗ്നറ്റിക് ഐറ്റംസ് വരുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ചെറിയ ചെറിയ സ്മോൾ ചാനൽ ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഇറ്റ്സ് ബറക്ക ലൈഫ്. ലൈക്ക് ബറക്ക മീൻസ് blessed life. Barack life. You will post, na? Yeah, sure. When? Maybe within 3 days. 3 days. I have other vlogs to post. Okay. ബാഗും കാര്യങ്ങളും നൈസാണ്. മെറ്റീരിയൽ 440. It's fine. 399. Oh, 90 rupees. മിനി ഐറ്റംസ് കുറേ ഉണ്ട് ഗായ്സ്, രക്ഷയില്ല. ചെറിയ ചെറിയ ക്യൂട്ട് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. മാല കാര്യങ്ങൾ. ഓക്കെ പൊളി പൊളി. ഓ നൈസ് സാധനം കേട്ടോ. ബാഗും നല്ല വെറൈറ്റി ബാഗുണ്ട്. അടിപൊളി. ഓ നല്ല ഐറ്റംസും ഉണ്ട്. 4,000 rupees. ഓ ഇത് നമ്മളെ ജീവൻ്റെ അടുത്തുള്ള സാധനം കണ്ടുപിടിച്ചു. ഇതെല്ലാം വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇത് റോളറ്, ചെറിയ ചെറിയ ബാഗ്,
കൈമിടുന്ന ഈരമ്പള്ളൻ. ഓ എന്തായാലും ഇതിൽ കീ ചെയിൻ ഇഷ്ടം പോലെ ഉണ്ട്. വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മൈ ഗോഡ്, എന്തായാലും വന്നാൽ നമ്മൾ എന്തെങ്കിലും എടുത്തു പോകും, കൺഫേമാണ്. റിങ് ആണെങ്കിലും ശരി ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഡൈസ്, ഫിഷറി, അത്ര ഐറ്റംസ്, ബാഗ്, ഡ്രസ്സ്. ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ്. നൈസ് ബാഗ് കളക്ഷൻ. ഇത് നല്ല വെറൈറ്റി ബാഗാണല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇതിലെന്തെങ്കിലും 2-3 ഐറ്റംസ് എടുക്കട്ടെ. ഓക്കെ, ബാക്കി വ്ളോഗ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും ഇത് എടുത്തിട്ട് ഏതെല്ലാം എടുത്തതെന്നുള്ള ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ലെഫ്റ്റ്, ഹാങ്ങിങ് ബ്രിഡ്ജും ഉണ്ട്.